മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും തീർത്തും ത്രിശങ്കുവിൽ നിൽക്കുകയാണ്. 70 ലക്ഷം അധികം വോട്ടുകളും 70,000 ഒരു വീട്ടിലെ വോട്ടുകളും എന്ന സത്യം രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഈ രാജ്യത്തിന് തുറന്നു കാണിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തത് നമ്മൾ കണ്ടു. അതോടെ തന്നെ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യേണ്ടി വരുമോ എന്നുവരെ സംശയം വന്നതാണ്. ഇപ്പോഴിതാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് ഹർജിയിൽ ബോംബെ ഹൈക്കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നു. പോളിംഗ് സമയം അവസാനിച്ച ശേഷം 75 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തു എന്നത് വിശ്വാസയോഗ്യമല്ലെന്നും സുതാര്യത ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നുമുള്ള മുംബൈ വിക്രോളി സ്വദേശി ചേതൻ ആഹിരയുടെ ഹർജിയാണ് കോടതി വളരെ ശ്രദ്ധാപൂർവം പരിഗണിച്ചത്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അത് പരിഗണിക്കും. ഇത് മാത്രമല്ല, ചേതന്റെ മറ്റാരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അതായത് 95 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തവയും എണ്ണിയവയുമായ വോട്ടുകളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടിന്റെ കണക്ക് വോട്ടിംഗ് മെഷീനിൽ എണ്ണിയ വോട്ടുകളുമായി പൊരുത്തപ്പെടുന്നില്ല. 19 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളും 76 മണ്ഡലങ്ങളിൽ കുറവ് വോട്ടുകളും വോട്ടെണ്ണലിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ 95 മണ്ഡലങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ക്രമക്കേടിൽ നിൽക്കുകയാണ്. മാത്രമല്ല, കള്ളവോട്ടുകളുടെ പെരുമഴയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. അതായത് പോളിംഗ് സമയം അവസാനിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്തിയവർക്ക് മുൻകൂർ വിതരണം ചെയ്ത സ്ലിപ്പുകളുടെ എണ്ണം കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടേയില്ല. പല റിട്ടേണിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്നു. പൊരുത്തക്കേടുകൾ കമ്മീഷനെ അറിയിക്കുന്നതിലും ആ പൊരുത്തക്കേടുകൾ നീങ്ങുന്നതിനു വരെ ഫലപ്രഖ്യാപനം തടയുന്നതിലും ഉദ്യോഗസ്ഥർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ആ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. പൊരുത്തപ്പെടാതെ കണക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ചും എതിർ സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും മഹാവികാസ് അഘാഡി മുന്നണി സ്ഥാനാർത്ഥികൾ തന്നെ നൽകിയ 1 ഡസനിലേറെ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണിപ്പോൾ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൗഹാന്റേതാണ് ഒരു പ്രധാനപ്പെട്ട ഹർജി പോയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. നാന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും പിന്നീട് അതേ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തതിലും പാർട്ടി തെളിവ് സഹിതം പരാതി നൽകിയിരിക്കുകയാണ്. വോട്ടിംഗ് മെഷീൻ ദുരുപയോഗം, പണം നൽകി വോട്ട് ചെയ്യിക്കൽ, മത ധ്രുവീകരണ ശ്രമം എന്നീ ആരോപണങ്ങളും അഘാഡി സഖ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും ഇതുവരെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ഹാനികരമാകുന്ന ഒന്നും തന്നെ അന്വേഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ കോടതി ഇടപെട്ടതോടെ കളി മാറിയിരിക്കുന്നു. ഇനി മഹാരാഷ്ട്ര ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കുമെന്നിരിക്കെ കോടതി വ്യക്തമായ തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ.